നമസ്കാരം അവിടെ കാരണം വീണ്ടും വന്നിട്ടാ. വർഷങ്ങൾ കടന്നു പോയത് അറിഞ്ഞില്ലേ? സത്യം പറഞ്ഞ 23 വർഷം കഴിഞ്ഞു നമ്മൾ യു എയിൽ വന്നിട്ടാ. ഇപ്പോഴും നമ്മൾ ഓർക്കണോ, ഞാൻ ബോംബെ നിന്നാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്. എൻ്റെ അപ്പനാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടാ. വിസിറ്റ് വിസയിൽ അന്ന് വരുന്നത്. ഓ, കാത്ത പസഫിക് എന്ന് പറഞ്ഞുള്ള ഫ്ലൈറ്റിൽ ഒന്നാം തരം ഫ്ലൈറ്റ് ആയിരുന്നു അത്. ഏയ്, ആ ഫ്ലൈറ്റിൽ കയറി നമ്മളിവിടെ വന്നിറങ്ങി. ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി. അപ്പനും പിള്ളച്ചേട്ടനും കൂടിയിട്ടാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിള്ളച്ചേട്ടൻ്റെ പിക്കപ്പിൽ കയറിയിട്ടാണ് അൽക്കൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണത്. അപ്പം പറയുന്നത് അൽക്കൂ ഏതൊക്കെ ഒരു ഇവിടെ പോകുന്നുണ്ട്. 22 വർഷം മുമ്പുള്ള ഒരു അൽക്കൂസ് അല്ലെങ്കിൽ ആ റോഡുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അന്ന് അവിടെ അപ്പൻ്റെ കൂടെ ഞാൻ താമസിച്ചു. അപ്പൻ്റെ കൂടെ താമസിച്ച് കാലത്ത് 4:30 അപ്പനെ ഉണ്ട് ജോലിക്ക് പോണതാണ്. ജോലിക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ആ ചിക്കൻ കറി ഉണ്ട്, കുബൂസ് എന്ന് പറയുന്ന സാധനം അന്നാണ് ഞാൻ കാണുന്നത് കേട്ടാ. കുബൂസും കൂട്ടിയിട്ട് കഴിച്ചു. അതിന്റെ ടേസ്റ്റ് അത് വേറെ ലെവല്. അപ്പം വെച്ചിട്ടുള്ള ഒരു ചിക്കൻ കറി എന്താ പറയുക, കുബൂസിന്റെ ടേസ്റ്റ് മറക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് എന്നെ ദേരയില് നൈഫ് റോഡില് അപ്പൻ്റെ ഒരു ഫ്രണ്ടിന്റെ റൂമില് കൊണ്ടുവന്ന് ആക്കാണ് ചെയ്യണത്. അത് അപ്പം താമസിച്ചിരുന്നത് കമ്പനി അക്കോമഡേഷനിലായിരുന്നു. ആ ഒരു കാലഘട്ടം ഞാൻ ഓർക്കണ്. അതിനുശേഷം എനിക്ക് ആദ്യമായിട്ട് ജോലി എന്താ പറയാ 1.5 മാസത്തിനുള്ളിൽ എനിക്ക് നിസാനിൽ ജോലി കിട്ടി. അവിടെ കയറി. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം അപ്പനോട് പറഞ്ഞു, മതിയപ്പാ അപ്പം നിർത്തിക്കോ, പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുകൾ കുറെ പേരൊക്കെ നമ്മൾ കൊഴിഞ്ഞു പോയി. ഈ 22-23 വർഷത്തിനിടയിൽ അപ്പം പോയി, പിള്ളച്ചേട്ടൻ പോയി, അങ്ങനെ ഓരോരുത്തരും പോയി. നമ്മൾ 3 വർഷം എന്ന് വിചാരിച്ചിട്ട് വന്ന ടീമുകള് 23 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതാണ് പ്രവാസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വേറെ നോക്കണ്ട, ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു നേരത്തേക്ക് ഓർത്ത് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ടീമുകളാ, നിങ്ങൾ എത്ര വർഷമായിട്ട് യു എയിൽ വന്നിട്ട്